ബിനു, ജഗദീഷിന് എത്ര വയസ്സുണ്ടാകും? ജഗദീഷിനെ കണ്ടാൽ വലിയ പ്രായമൊന്നും പറയാത്ത ഒരു നടനാണ്. ഇപ്പോഴും യങ്ങായിട്ട്, വളരെ യങ്ങായിട്ട്, ഒന്ന് ചെറിയ ടച്ചപ്പൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു 40 വയസ്സൊക്കെ പറയുന്ന വളരെ സുമുഖനായിട്ടുള്ള ഒരാളാണ്. പക്ഷേ പ്രായമായ വേഷങ്ങൾ ചെയ്യാനും അപാരമായ കഴിവുണ്ട്. കോമഡി, വില്ലൻ, സകല രീതിയിലുള്ള കഥാപാത്രങ്ങൾ, നായകൻ, എല്ലാ രീതിയിലുള്ള വേഷങ്ങളും ചെയ്യാൻ പ്രഗത്ഭനായ ഒരു നടനാണ്. ഇന്ന് ജഗദീഷിൻ്റെ പിറന്നാളാണ്. അദ്ദേഹത്തിന് 70 വയസ്സായിരിക്കുന്നു. വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ടല്ലേ? തീർച്ചയായും. ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ കാണുന്ന കാലം മുതൽ അദ്ദേഹം അതുപോലെ തന്നെയാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ മൊത്തത്തിൽ അദ്ദേഹം ഒരു വളരെ പ്ലസൻ്റാണ്. ഇടയ്ക്ക് ഭാര്യ മരിച്ച ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം കുറച്ചൊരു വർഷത്തോളം അദ്ദേഹം കുറച്ച് വിഷമത്തിലായിരുന്നു. പിന്നെ അതിനുശേഷവും അദ്ദേഹം വീണ്ടും അത് റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ശരീരമാണ് ഒരു ടൂള്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു, നല്ലൊരു അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സിനിമയിലൊക്കെ അതെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന 3D സിനിമയിലൂടെയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് അദ്ദേഹം കടന്നു വരുന്ന മലയാള സിനിമയിലേക്ക്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ ചെന്ന് ഏതെങ്കിലും ഒരു ചാനലിട്ട് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രെയിം കാണാതെ നമുക്ക് ആ ചാനൽ മാറ്റാൻ കഴിയില്ല. അത്രയധികം കോമഡി, ഗോഡ് ഫാദർ പോലൊക്കെയുള്ള സിനിമകളുണ്ട്, മോഹൻലാലുമായൊക്കെ നിരവധി സിനിമകൾ, ഇൻ ഹരിഹർ നഗർ, അങ്ങനെ പേരെടുത്ത് പറയാൻ കഴിയാത്ത ഒരുപാട് ചിത്രങ്ങൾ. അതോടൊപ്പം തന്നെ അദ്ദേഹം നായക വേഷത്തിലൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, ഉർവശിയോടൊപ്പവും ഒക്കെ. അത് വലിയ ഹിറ്റുകൾ ആയിട്ടുമുണ്ട്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞ ഈ വലിയൊരു സൗന്ദര്യമോ അല്ലെങ്കിൽ അസാമാന്യമായ ശബ്ദ സൗകുമാര്യമോ അങ്ങനൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു നടൻ എന്താണ് വേണ്ടത് അത് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന് അത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുമാത്രമല്ല, അദ്ദേഹത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ പലരും ഈ നായക വേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വേഷങ്ങൾ മാത്രമേ സ്വീകരിക്കൂ. പക്ഷേ ജഗദീഷ് അങ്ങനെയല്ല. നായക വേഷത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ സഹനടനുള്ള വേഷത്തിൽ അഭിനയിക്കും, തമാശ പടങ്ങളിൽ അഭിനയിക്കും, അതോടൊപ്പം വില്ലൻ വേഷത്തിൽ അഭിനയിക്കും, വയസ്സായ വേഷത്തിൽ അഭിനയിക്കും. അങ്ങനെ കോമഡിയാണ് അദ്ദേഹത്തിൻ്റെ ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് കോമഡികൾ നമുക്ക് കാണാൻ കഴിയും. ഇൻ ഹരിഹർ നഗറിലേക്ക് ആ ഒരു കോമഡിയൊക്കെ എത്ര കണ്ടാലും നമുക്ക് മതിയാകില്ല. അതുപോലെ തന്നെ ഒരു സിനിമയിൽ ഈ കൊച്ചിൻ ഹനീഫ വന്നിട്ട് ചോദിക്കുന്ന ഒരു താക്കോൽ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന അതൊക്കെ ഒരിക്കലും ആരും മറക്കാത്ത സീനുകളൊക്കെയാണ്. അപ്പം അത്തരത്തിൽ ഒരു വലിയ നടനാണ് അദ്ദേഹം. അതുമാത്രമല്ല, അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങൾ വിരളമാണ്. അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം തന്നെ ടെലിവിഷൻ രംഗത്തും അദ്ദേഹം സജീവമാണ്. ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെയും ഒക്കെ അദ്ദേഹം നമ്മുടെ വളരെ മനോഹരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിച്ചു പോകുന്നു. ഒരു അവതാരകൻ അല്ലെങ്കിൽ ഒരു ജഡ്ജായി അദ്ദേഹം ഇരിക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റാണ്. അതിനകത്തുള്ള മത്സരാർത്ഥികളൊക്കെ തന്നെ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഒരു അധ്യാപകനെ പോലെ തന്നെ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം മലയാള സിനിമയിൽ, അതുമാത്രമല്ല അദ്ദേഹം ഒരു വിവാദങ്ങൾക്കും ഇത് ഇട കൊടുത്തിട്ടില്ല. അദ്ദേഹം ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും രംഗത്ത് വന്നിട്ടില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും പല ആരോപണങ്ങൾ നടീനടന്മാർ അങ്ങനത്തെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത, പിന്നെ ഈ സ്ത്രീ വിഷയങ്ങളിലാണെങ്കിലും അങ്ങനെ ഒന്നും ഒരു പേരുദോഷം ഇതുവരെ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇലക്ഷനും മത്സരിച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഒരു കോൺഗ്രസ് ഒരു അനുഭാവിയായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒരു ക്ലീൻ ഇമേജാണ് സിനിമയിലും അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ പ്രശസ്തയായ ഒരു ഡോക്ടറായിരുന്നു. ഭാര്യയുമായി അടുത്ത ഭയങ്കര സ്നേഹമായിരുന്നു അവർ. പക്ഷേ അദ്ദേഹത്തിന് പല അവസരങ്ങളിലും അദ്ദേഹം ഭാര്യയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ജഗദീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. പ്രിയൻ എന്ത് തോന്നുന്നു? അത് തീർച്ചയായിട്ടും. എനിക്ക് അതിൽ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നതാണ്. ജഗദീഷിൻ്റെ കുടുംബം ഒരു അക്കാഡമിക് സ്കോളേഴ്സിൻ്റെ, അത് അക്കാഡമിക് ആയിട്ടുള്ള വലിയ യോഗ്യതയുള്ള ആൾക്കാരാണ് എന്നുള്ളത്. സാധാരണ സിനിമയിലേക്കൊക്കെ വരുന്നവർ അത്ര അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർ ആയിരിക്കില്ല ഇപ്പോഴത്തെ കാലത്ത്, പ്രത്യേകിച്ചും. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല. പണ്ട് വന്നിരുന്നവർ മുഴുവൻ അതിപ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളായിരുന്നു. ഇപ്പോൾ നരേന്ദ്രപ്രസാദ് ആയാലും ശരി തന്നെ,
ഇപ്പോൾ അതുപോലെ മറ്റേത് ഇപ്പം നടന്മാരും ആ കാലഘട്ടത്തിലേക്ക് ഉണ്ടായിരുന്നവരൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്. വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഒരു സത്യൻ പോലും, സിനിമ മഹാനടൻ സത്യൻ പോലും പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന ആളാണ്. ആ ജോലിയിൽ നിന്നാണ് അഭിനയ രംഗത്തേക്ക്. അപ്പോൾ അത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ആ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് ഈ പറയുന്ന പോലീസിലൊക്കെ ജോലി കിട്ടുക. അപ്പോൾ വിദ്യാഭ്യാസം, മിനിമം വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് പല നടന്മാരുടെയും വിദ്യാഭ്യാസ യോഗ്യത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ര മികച്ച വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പലർക്കും ഇല്ല. പക്ഷേ ജഗദീഷിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച വിദ്യാഭ്യാസം, റാങ്കോടുകൂടി M.Com പാസ്സാവുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫോറൻസിക് സർജനായിരുന്നു. മക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ കുടുംബം തന്നെ വലിയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, കൃത്യമായിട്ടുള്ള രീതികളോട്, ചിട്ടവട്ടങ്ങളോട് മുന്നോട്ട് പോകുന്ന, ഈ പറയുന്ന വലിയ മാന്യതയും പൊതുസമൂഹത്തിൽ സ്വീകാര്യതയൊക്കെ ഉള്ള ആൾക്കാരായി നിലനിൽക്കുക എന്നുള്ളത് ഈ സിനിമാ മേഖലയ്ക്ക് കൂടി അഭിമാനം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ജഗദീഷിനെ പോലെ ഒരു ക്ലീൻ ഇമേജുള്ള, പുകവലിക്കാത്ത, മദ്യപിക്കാത്ത, നല്ല ശീലങ്ങളുള്ള, മാന്യമായ സ്വഭാവമുള്ള, കാരണം മാതൃകയായിരുന്നു. എന്തുകൊണ്ടാണ് മാതൃകയാവുന്നതെന്ന് പറഞ്ഞാൽ അധ്യാപകനാണ്. MG കോളേജിലെ അധ്യാപകനാണ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ ആ അധ്യാപകൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയാണ് അദ്ദേഹം സിനിമയെ സമീപിക്കുന്നത്. സിനിമയെ വളരെ ഗൗരവമായിട്ട് സമീപിക്കുന്നു. സിനിമയ്ക്കകത്ത് കൃത്യമായി തൻ്റെ വേഷങ്ങൾ ഏത് രീതിയിലാണോ അത് ആ രീതിയിൽ തന്നെ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. അത് വിജയിക്കുകയും ചെയ്യുന്നു. തമാശ നമുക്കറിയാം, ജഗദീശൻ്റെ തമാശകളൊക്കെ എന്ന് പറഞ്ഞാൽ അതിഗംഭീര തമാശകളാണ്. ഒരു കാലത്ത് നമുക്കറിയാം, പഴയ കാലം, ഇപ്പോഴത്തേക്കാൾ മുമ്പ് ജഗതിയോടൊപ്പവും ജഗദീഷിൻ്റെ കോമഡികൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ ഗംഭീര കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഈ കോമ്പിനേഷനിൽ കൂടെയാണ് മലയാള സിനിമ കടന്നു വരുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്ത് വരുമ്പോഴത്തേക്കും പല വില്ലൻ വേഷങ്ങളും, ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഇൻ ഗോസ്റ്റ് ഹൗസ് പോലുള്ള സിനിമകളിൽ കോമഡി ചെയ്യുന്ന അതേ ആളാണ് മാർക്കോയിലെ അതിഗംഭീരമായിട്ടുള്ള സീൻ അഭിനയിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന വൈകാരികമായിട്ടൊക്കെ വരുന്ന വളരെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന വേഷങ്ങൾ പോലും. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നേരെന്നുള്ള സിനിമയിൽ നമുക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ പാഠവും കാണാൻ കഴിയുന്നുണ്ട്. ഈ കോമേഡിയന്മാരായി വരുന്നവർ സ്വാഭാവികമായിട്ടും സീരിയസ് ചെയ്യുമ്പോൾ അത്ര ക്ലിക്ക് ആവാറില്ല. പക്ഷേ ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വേഷങ്ങളും ജഗദീഷ് അനായാസമായി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളത് ജഗദീഷിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ലീല എന്ന് പറയുന്ന സിനിമയിൽ, ഈ ബിജു മേനോന്റെ സിനിമ, അതിലൊരു വൃത്തികെട്ട ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു അച്ഛനായിട്ട്, മകളെ ബലാത്സംഗം ചെയ്യുന്ന അച്ഛനായിട്ടുള്ള ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അതിഗംഭീരമായിട്ട് നമുക്കപ്പോൾ ദേഷ്യം തോന്നും. അത് ഒരു നടന്റെ ഏറ്റവും വലിയ വിജയമാണ്. നമുക്ക് അയാളുടെ വേഷം കണ്ടിട്ട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ആ നടന്റെ വിജയമാണ്. ആ ചിരിപ്പിക്കാനായിട്ടൊരു കോമഡിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ, നമ്മൾ അയാളെ ഓർക്കുമ്പോൾ, ആ മുഖം ഓർക്കുമ്പോൾ തന്നെ ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വിജയമാണ്. ആ വില്ലനെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വിജയമാണ്. അങ്ങനെ ജഗദീഷ് എന്ന് പറയുന്ന നടൻ എല്ലാ അർത്ഥത്തിലും ഒരു സക്സസ്ഫുൾ ആക്ടറാണ്. എനിക്ക് തോന്നുന്നത് നല്ല ഗൃഹനാഥനുമാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൃഹനാഥനാണ്, നല്ല അധ്യാപകനാണ്. നമുക്ക് കണ്ടു പഠിക്കേണ്ട ഒരു മാതൃക. അതായത് ഒരു പലപ്പോഴും ഇങ്ങനെ എല്ലാ കോമ്പിനേഷൻസ് ഒരുമിച്ച് വരുന്ന ഒരാൾ ഉണ്ടാവുന്നതൊക്കെ വിരളമാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾക്ക് ജഗദീഷിനെ സ്നേഹിക്കാൻ കഴിയുക. ഏതായാലും ഈ ജഗദീഷിന് ഈ അവസരത്തിൽ നമ്മൾ ജന്മദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ കഥാപാത്രം അടുത്ത ഈ വർഷത്തിൽ പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.